വിയറ്റ്നാമിലെ ദനാങ് യാത്രയുടെ ആദ്യ ദിവസം തന്നെ ദനാങ് സിറ്റി ചുറ്റി കണ്ടതിന് ശേഷം ഇന്ത്യൻ അരോമ റെസ്റ്റോറൻറ്റിൽ നിന്നും ഉച്ചക്കത്തെ ഇന്ത്യൻ ഭക്ഷണവും കഴിച്ച് ദനാങ്ങിലെ തന്നെ ഏറ്റവും പ്രസിദ്ധവും പ്രാധാന്യമർഹിക്കുന്നതുമായ ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ദനാങ്ങിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ലേഡി ബുദ്ധ സ്റ്റാച്യു ആണ്. നുങ് നോൺ ബീച്ചിന് സമീപത്തായി പരന്നു കിടക്കുന്ന മലയോരങ്ങളിൽ സിറ്റിക്ക് തിലകച്ചാർത്തുന്നതുപോലെ നുങ് നോങ് പഗോഡയും അതോടൊപ്പം തന്നെ ലേഡി ബുദ്ധ സ്റ്റാച്യുവും സ്ഥാപിക്കപ്പെടുകയുണ്ടായി. ഇവിടുത്തെ ഐതിഹ്യമനുസരിച്ച് വർഷം തോറും ഈ നഗരം പ്രകൃതി ദുരന്തങ്ങളെ ഏറ്റുവാങ്ങിയിരുന്നു. എന്നാൽ ഒരു ബൗദ്ധ സന്യാസിയുടെ ഉപദേശമനുസരിച്ച് ഈ ദനാങ് സിറ്റിയിൽ എവിടെ നിന്ന് നോക്കിയാലും കാണത്തക്ക രീതിയിൽ അത്ര ഉയരത്തിൽ ഒരു ബൗദ്ധ വിഗ്രഹം സ്ഥാപിക്കുകയും അതിനുശേഷം അത്ഭുതമെന്ന് പറയട്ടെ, ഈ സിറ്റി ഒരേ ഒരു പ്രാവശ്യം പോലും പ്രകൃതി ദുരന്തങ്ങളെ നേരിടുക ഉണ്ടായില്ല എന്നതാണ് ഒരു ചരിത്ര സത്യം കൂടി. ഇങ്ങനെ ഈ മഹത്തായ ലക്ഷ്യത്തിലേക്ക് നാം ബസ്സിൽ യാത്ര ചെയ്യുന്നത് നുങ് നോങ് ബീച്ചിൻ്റെ സൈഡിൽ കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചൊരുക്കിയ പാതയിലൂടെയാണ്. അങ്ങനെ ബസ് ഇപ്പോൾ നുങ് നോങ് പഗോഡയുടെ അടുത്തേക്ക് തിരിയുന്ന പാതയിലേക്ക് എത്തുകയും അങ്ങോട്ട് തിരിഞ്ഞ് കുത്തനെയുള്ള മലകയറ്റം ആരംഭിക്കുകയും ചെയ്തു. ദനാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഏതാണ്ട് 14 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ ലേഡി ബുദ്ധ സ്റ്റാച്യുവും നോൺ നുക് പഗോഡയും സ്ഥിതി ചെയ്യുന്നത്. 67 അടി ഉയരത്തിലുള്ള വൈറ്റ് മാർബിളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബൃഹത്തായ നിർമ്മിതിയാണ് ഈ ലേഡി ബുദ്ധ സ്റ്റാച്യു. അതിനോടനുബന്ധിച്ച് തന്നെ വളരെ മനോഹരമായി നോങ് നുക് പഗോഡയും ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ ദനാങ് സിറ്റിയുടെ തന്നെ തിലകക്കുറി എന്ന പോലെ വിരാജിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണ് ഈ ലേഡി ബുദ്ധ സ്റ്റാച്യുവും ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നോൺ നുക് പഗോഡയും. ദനാങ് സിറ്റിയിലെത്തുന്ന ഏതൊരു യാത്രികനും ആദ്യത്തെ തങ്ങളുടെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഈ പഗോഡയും ഇവിടെയുള്ള ബുദ്ധവിഗ്രഹവും. അങ്ങനെ ഈ വിശാലമായി നിർമ്മിച്ചിരിക്കുന്ന പാർക്കിംഗ് സ്പേസിലേക്ക് ബസ് എത്തിച്ചേരുകയും നമ്മുടെ ബസ് വളരെ സൗകര്യപ്രദമായ ഒരിടത്ത് പാർക്ക് ചെയ്തതിന് ശേഷം സഹയാത്രികർക്കൊപ്പം ഞാനും ബസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇവിടുത്തെ മനോഹര കാഴ്ചയിലേക്ക് നടന്നു നീങ്ങുകയാണ്. പാർക്കിങ്ങിൽ ബസ് നിർത്തി പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മെ എതിരേക്കാൻ എന്നവണ്ണം ഒരു പഗോഡ ഇവിടെ വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പഗോഡയും കടന്ന് ഇവിടെ പഗോഡയ്ക്കും അതുപോലെ തന്നെ ലേഡി ബുദ്ധ സ്റ്റാച്യുവിനു ചുറ്റുമായി നിർമ്മിച്ചിരിക്കുന്ന സുന്ദര വനത്തിലേക്കാണ് നാം ഇപ്പോൾ കടന്നു ചെല്ലുന്നത്. പർവ്വതത്തിന് മുകളിലായി ഏക്കർ കണക്ക് എന്ന സ്ഥലത്താണ് ഈ സുന്ദരമായ സ്ഥലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ നോങ് നുക്
പഗോഡയുടെ പ്രധാന കവാടം കടന്ന് നാം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ വളരെ ഭംഗിയായും ചിട്ടയായും തിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു സുന്ദര തോട്ടത്തിനുള്ളിലേക്കാണ് നാം കടന്നു ചെല്ലുന്നത്. നിലം മാർബിൾ പാകിയും കല്ല് വിരിച്ചും ഒക്കെ യാത്രികരുടെ സൗകര്യാർത്ഥം ഒരുക്കിയിട്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും വെട്ടിത്തിളങ്ങുന്ന ശുചിത്വമാണ് നമുക്ക് കാണാൻ സാധിക്കുക. യാത്രികർക്ക് ഇരിക്കുവാനും വിശ്രമിക്കുവാനുമായി മരങ്ങൾക്ക് ചുറ്റും കല്ലുകൾ കെട്ടി വളരെ മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്നു. ഒരൊറ്റ ചെടിയെപ്പോലും വിടാതെ എല്ലാ ചെടിക്കും അവർ ചുറ്റും കല്ലുകൾ കൊണ്ട് മതിൽ കെട്ടി അതിനെ അത്ര മനോഹരമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെയുള്ള ഇരിപ്പിടങ്ങൾക്ക് പോലും ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം കല്ലുകൊണ്ടുള്ള നിർമ്മിതികളാണ്. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള പൂച്ചട്ടികളും വിവിധ തരത്തിലുള്ള മൃഗത്തിൻ്റെ പ്രതിമകളും ഒക്കെ നമുക്ക് ധാരാളമായി ഈ സുന്ദരമായ തോട്ടത്തിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. വർഷങ്ങളോളം പഴക്കമുള്ള ബോൺസായി ചെടികളും അതോടൊപ്പം തന്നെ കിളികൾക്കും മറ്റ് ജീവികൾക്കും പറന്നു നടക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ള ചെറു മരങ്ങളും ഒക്കെയാണ് ഇവിടെ തോട്ടത്തിൽ ആകെ നട്ട് നനച്ച് വളർത്തിയിരിക്കുന്നത്. ഈ പഗോഡയും ഈ ബുദ്ധ സ്റ്റാച്യുവും ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ ചരിത്ര പ്രാധാന്യവും ഇവിടെയുള്ള തദ്ദേശീയരുടെ വിശ്വാസവും ഒക്കെ വളരെ വാചാലമായ രീതിയിൽ നമ്മുടെ ലോക്കൽ ടൂർ ഗൈഡ് നമുക്ക് വിവരിച്ചു തരികയാണ്. സഹയാത്രികരെല്ലാവരും വളരെയേറെ ശ്രദ്ധയോടെ ഈ വിവരണം കേട്ടതിന് ശേഷം മറ്റ് കാഴ്ചകളിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഇങ്ങനെ നാം മുന്നോട്ട് നടന്നു നീങ്ങുമ്പോഴാണ് ഇവിടെയുള്ള പ്രധാന പഗോഡ നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിച്ചേരുക. എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളോ മോഡിഫിക്കേഷൻസോ ഒക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ പഗോഡയുടെ മുൻവശത്തെ ഒരു ഭാഗം അടച്ചു കെട്ടിയിരിക്കുകയാണ്. എന്നാലും നാം പഗോഡയ്ക്കുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ പഗോഡയുടെ ഉൾവശം അത്ര തന്നെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ളതാണ്. എവിടെയും ചിത്രങ്ങളും ശില്പങ്ങളും നിൽക്കുന്നത്. നാം പ്രധാന കവാടത്തിലൂടെ പഗോഡയ്ക്കുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മെ എതിരേൽക്കാനായി കുബേര വിഗ്രഹമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. കറുത്ത നിറത്തിലുള്ള മരമോ മാർബിളോ കൊണ്ട് നിർമ്മിച്ച ബൃഹത്തായ ഒരു കുബേര വിഗ്രഹമാണ് ആദ്യം തന്നെ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുക. അതോടൊപ്പം തന്നെ ബുദ്ധ വിഗ്രഹവും ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം പൂക്കളും പഴങ്ങളും മറ്റും കൊണ്ട് ഈ വിഗ്രഹങ്ങൾ അലങ്കരിക്കുകയും ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന യാത്രികരും സന്ദർശകരും ഒക്കെ നൽകുന്ന മറ്റ് അനേക കാഴ്ചവസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കുബേര വിഗ്രഹവും കടന്ന് നാം കൂടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ബുദ്ധൻ്റെ വളരെ ബൃഹത്തായ സ്വർണ്ണ നിറത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ വിഗ്രഹമാണ് നമ്മുടെ മുൻപിൽ അനാവരണം ചെയ്യപ്പെടുക. വളരെയേറെ സൂര്യകാന്തിയോടെ തിളങ്ങുന്ന മുഖഭാവമുള്ള ബുദ്ധഭഗവാന്റെ ഒരു സ്വരൂപമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് തീർത്ഥങ്കരുടെയും വിഗ്രഹങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ ഈ മനോഹരമായ ഭക്തിസാന്ദ്രമായ കാഴ്ചകളൊക്കെ കണ്ട് നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വളരെ വിശാലമായി ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു വനമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഏതാണ്ട് 67 മീറ്റർ ഉയരത്തിൽ വൈറ്റ് മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന
ബൃഹദാകാരമായ ലേഡി ബുദ്ധ സ്റ്റാച്യുവും നമ്മുടെ കൺമുൻപിലേക്ക് എത്തിപ്പെടുകയുണ്ടായി. ഈ ബൃഹദാകാരനായ ലേഡി ബുദ്ധ സ്റ്റാച്യുവിനെ 35 മീറ്റർ വൃത്താകൃതിയിൽ വ്യാസമുള്ള ഒരു പീഠത്തിന്മേലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ പീഠമാണെങ്കിൽ താമരയുടെ ആകൃതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്ര ബൃഹദാകാരനായ ലേഡി സ്റ്റാച്യു ബുദ്ധ ദനാങ് സിറ്റിയുടെ ഏത് മുക്കിലും മൂലയിലും നിന്ന് നോക്കിയാൽ ഇവിടെ എത്തുന്ന ഓരോ യാത്രികർക്കും കാണാവുന്നതാണ്. ഇവിടുത്തെ തദ്ദേശീയരുടെ വിശ്വാസമനുസരിച്ച് ഈ ലേഡി ബുദ്ധ വിഗ്രഹമാണ് ഈ ദനാങ് സിറ്റിയെ പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും നിരന്തരം കാത്തുരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനോഹരമായ ലേഡി ബുദ്ധ വിഗ്രഹത്തിന് താഴെയായി കുബേര വിഗ്രഹവും അതിന് അടുത്തായി ധൂപാർച്ചനയ്ക്കും മറ്റ് കാണിക്കകൾ സമർപ്പിക്കുന്നതിനുമുള്ള പീഠങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 10 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലാണ് ഈ വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 222 അടി ഉയരമുണ്ടെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ദനാങ് സിറ്റിയിലെ ഏറ്റവും മനോഹരവും ബൃഹത്തുമായ ഒരു നിർമ്മാണം കൂടിയാണ് ഈ ലേഡി ബുദ്ധ സ്റ്റാച്യു എന്ന് പറയുന്നത്. ഈ ശിഖരാഗ്രത്തിൽ നിന്നുകൊണ്ട് ഈ ലേഡി ബുദ്ധ സ്റ്റാച്യുവിൻ്റെ അടുത്ത് നിന്ന് നാം നോക്കുമ്പോൾ നൂങ് നോക്ക് ബീച്ചും വിശാലമായി പരന്നു കിടക്കുന്ന സമുദ്രവുമാണ് നമ്മുടെ കൺമുൻപിലേക്ക് എത്തിപ്പെടുക. നീലക്കടൽ അതിൻ്റെ എല്ലാ മനോഹാരിതയും നമ്മുടെ മുൻപിലേക്ക് അനാവരണം ചെയ്യുന്നുണ്ട്. കടൽക്കരയിൽ കെട്ടിയിട്ടിരിക്കുന്ന മതിലിന് മുകളിലും ബെഞ്ചുകളിലുമായി ധാരാളം തദ്ദേശീയരും വിദേശികളുമായ യാത്രികർ വിശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്. നാം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ യാത്രികരെയും വഹിച്ചുകൊണ്ട് ധാരാളം ബസ്സുകളും ദ്വിചക്ര വാഹനങ്ങളും ടാക്സികളുമാണ് ഈ പഗോഡയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പഗോഡ കണ്ട സന്തോഷത്തിൽ മനസ്സ് നിറഞ്ഞ് ആനന്ദതുന്തലരായി ധാരാളം യാത്രികരാണ് ഇവിടെ നിന്നും തിരികെ മറ്റ് സ്ഥലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുക. വളരെ മനോഹരമായി പ്ലാൻ ചെയ്ത് മലമുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ബുദ്ധവിഗ്രഹം എന്തുകൊണ്ടും ഒരു മനോഹര സൃഷ്ടിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ദനാങ് സിറ്റിയിലെത്തുന്ന ഏവരെയും ആകർഷിക്കാനും അനുഗ്രഹിക്കാനും കഴിവുള്ള ഒരു വിഗ്രഹം കൂടിയാണ് ഈ ലേഡി സ്റ്റാച്യു, അതും ഈ ബുദ്ധൻ്റെ വിഗ്രഹം. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളും കണ്ട് ഇവിടുത്തെ ലേഡി ബുദ്ധ സ്റ്റാച്യുവിൻ്റെ അടുത്ത് പോയി മനസ്സുരുകി പ്രാർത്ഥിച്ച് ഇനിയുള്ള 3 ദിവസങ്ങളിലെ ഈ ദനാങ് സിറ്റിയിലുള്ള സഞ്ചാരം സുഗമമാക്കണമേ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഒത്തിരിയേറെ സന്തോഷത്തോടെ ഈ സ്ഥലത്തോട് യാത്ര പറഞ്ഞ് നാം തിരികെ മലയിറങ്ങുകയാണ്. നമുക്കൊപ്പവും നമുക്ക് മുൻപിലുമായി ധാരാളം വാഹനങ്ങളും ധാരാളം യാത്രക്കാരും സഞ്ചരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സമുദ്രതീരത്ത് വിശ്രമിക്കുന്ന ധാരാളം പ്രവാസികളെയും നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഈ ലേഡി ബുദ്ധ സ്റ്റാച്യുവും ഇവിടുത്തെ പഗോഡയും ഈ മലമുകളിൽ നിന്ന് ആസ്വദിക്കാവുന്ന കടലിൻ്റെ സൗന്ദര്യവും ഒക്കെ കണ്ടുകൊണ്ട് ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്തുകൊണ്ടും നാം ഈ സ്ഥലത്തോട് യാത്ര പറഞ്ഞ് നമ്മുടെ അടുത്ത ലക്ഷ്യമായ ക്രൂയിസിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സു നിറയെ സന്തോഷമാണ്. ഇത്ര മനോഹരമായ ഒരു സ്ഥലം
ഈ ദനാങ് സിറ്റിയിൽ എത്തിയ ദിവസം തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ കാണാൻ സാധിച്ചു എന്നത്. ഈ മനോഹരമായ സ്ഥലത്ത് നിന്ന് വിദൂരതയിലേക്ക് നോക്കുമ്പോൾ തലയെത്തി നിൽക്കുന്ന ധാരാളം സൗധങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദനാങ് സിറ്റിയെ ഒരു വിനോദ കേന്ദ്രമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമെന്നോണം ധാരാളം സൗധങ്ങളാണ് ഇവിടെ പൊന്തി വരുന്നത്. യാത്രികർക്കുള്ള ടൂറിസ്റ്റ് ഹോമുകളായും ഹോട്ടലുകളായും കൊമേഴ്ഷ്യൽ സെൻ്ററുകളായും ഷോപ്പിംഗ് സെൻ്ററുകളായാലും അങ്ങനെ യാത്രികർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി ഈ സിറ്റിയെ അവർ അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5 വർഷം കൊണ്ട് തങ്ങളുടെ ദൗത്യം പൂർത്തിയാകുമെന്നും പട്ടായയെപ്പോലെ ലോകത്തുള്ള ഏതൊരു യാത്രികനെയും ആകർഷിക്കത്തക്ക രീതിയിൽ ഉള്ള മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഈ സിറ്റിയെ ഉയർത്താമെന്നുമാണ് ഇവിടുത്തെ ഭരണാധികാരികളുടെ ലക്ഷ്യവും അതിനുള്ള അവരുടെ അധ്വാനവും ഒക്കെ.